അധ്യാപകരെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അധ്യാപകരുണ്ട് എന്ന് നമ്മുടെ കവി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അധ്യാപകർ അതവരുടെ പഠിപ്പിക്കലിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, അവരുടെ വ്യക്തിഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. അവരുടെ സഹാനുഭൂതി നിറഞ്ഞിട്ടുള്ള വാക്കുകൾ, ഏതെങ്കിലും തരത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള തരത്തിലായിരിക്കും അധ്യാപകരെ നമ്മൾ ഓർക്കുന്നത്. അതുപോലെ തന്നെ കവികൾക്കിടയിലും രണ്ടു തരത്തിലുള്ള കവികളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്, നമ്മുടെ രാഷ്ട്രത്തിലെ ലോകത്ത് നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്ന കവികൾ. മറ്റൊന്നെന്താണ്? കൂലി എഴുത്തുകാരായിട്ടുള്ള കവികൾ. അങ്ങനെ രണ്ടു തരത്തിലുള്ള കവികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു തരത്തിലുള്ള കവി നമ്മുടെ സമൂഹത്തിലെ അനീതികൾക്കെതിരായി മുഖം നോക്കാതെയുള്ള സമീപനം സ്വീകരിക്കും. എന്നാൽ കൂലി എഴുത്തുകാരായിട്ടുള്ള കവികൾ നമ്മുടെ സമൂഹത്തിലെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകും. അത്തരത്തിലുള്ള കവികളുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ വളാഞ്ചേരിയിലും ഒരു എഴുത്തുകാരനുണ്ട്, മാനവേന്ദ്രേട്ടനെ പോലെയുള്ള സാറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വളാഞ്ചേരിയിൽ എഴുത്തുകാരുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇദ്ദേഹം അത്തരത്തിലുള്ള എഴുത്തുകാരനാണ് എന്നല്ല സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അങ്ങനെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും രണ്ട് തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ അധ്യാപകരും കവികളും രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.